ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ അതേ ബിഗ് ബോസിൻ്റെ ഇന്നലെയും ഞാൻ പറയത്തക്ക രീതിയിലൊരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടില്ലായിരുന്നു. കാരണം ഫാമിലി വീക്കാണ്, എല്ലാവരും ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇനി വരാനുള്ളത് ലക്ഷ്മിയുടെയും ഒനിയലിൻ്റെയും അതുപോലെ അനുമോളുടെയും ഫാമിലിയാണ് വരാനുള്ളത്. ബാക്കി ഏകദേശം എല്ലാവരുടെയും ഫാമിലി വന്നിട്ടുണ്ട്. വന്ന് എല്ലാവർക്കും ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ബിഗ് ബോസ് ഹൗസിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ചിലവർ 25-30 കിലോ ഒക്കെ ഫുഡാണ് BBSനുള്ളവർക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അതിൽ കുറച്ച് ഫുഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. ഫുഡിൻ്റെ പ്രശ്നം പറഞ്ഞാൽ അവിടെ പല തല്ലും കൂടാറുണ്ട്. പിന്നെ എനിക്കൊന്ന് പറയാൻ വന്ന വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ അനുമോളുടെ സിസ്റ്റർ പുറത്തിറങ്ങിയിട്ട് നമ്മളുടെ എന്താ പറയുക, അനീഷിൻ്റെ PR വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതിനൊക്കെ അവർ ആർമി ആൾക്കാരെയൊക്കെ കുറേ അനാവശ്യമായ കുറേ വാക്കുകൾ പറയുന്നു. എനിക്ക് അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരിക്കലും നിങ്ങളുടെ സിസ്റ്ററെ ആരും തോന്നിവാസങ്ങളോ കാര്യങ്ങളോ പറയുകയല്ല. 24/7 കാണുന്ന എല്ലാ വ്യക്തികളും പൊട്ടന്മാരാന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആ പുള്ളിക്കാരി അവിടെ എന്താ ചെയ്യുന്നതെന്ന് എടുക്കുന്നതെന്ന് നമ്മളെല്ലാവരും കാണുന്നതാണ്. പക്ഷേ ഇതൊരു ഗെയിമാണ്. അതിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ കഴിവുള്ളവർ മാത്രം വേണം BBSലേക്ക് ചെല്ലാനും. അത് ഈ ഒരു പ്രോഗ്രാം ഇതിനു മുമ്പുള്ള സീസൺ നിങ്ങൾ കണ്ടാലും അറിയാം. അവിടെയുള്ള ചില വ്യക്തികൾക്കുണ്ടായ നെഗറ്റീവും കാര്യങ്ങളും എല്ലാം അവനവൻ്റെ പ്രവൃത്തിയിൽ നിന്നാണ് ഓരോ വ്യക്തികൾക്ക് അവിടെ നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. ആദ്യം പ്രേമ നാടകം, പിന്നെ അവിഹിതങ്ങൾ പിടിക്കുക, അങ്ങനെ പിന്നെ ഫുഡിൻ്റെ രീതിയിൽ കിച്ചണിൽ എന്താ പറയുക, കിച്ചൺ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കുലസ്ത്രീയായിട്ട് മാറുക. അങ്ങനെ പല രീതിയിലാണ് നിങ്ങളുടെ സിസ്റ്ററുടെ ഗെയിം കളിച്ചിട്ടുള്ളത്. പിന്നെ ഈ കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ സിസ്റ്റർ ഈ ക്യാമറയുടെ മുമ്പിൽ പലരും കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അതുപോലെ പിന്നെ അനീഷിൻ്റെ മണ്ടലോട്ട് കയറി നിന്ന് ചാട്ടാൻ നിൽക്കണ്ട. അനീഷ് ഒരു കോമണായ ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ രീതിയിലും പുള്ളിയുടെ സ്റ്റാൻഡിലും നിന്ന് കളിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ സിസ്റ്ററോട് നിങ്ങൾ പറയുക, നല്ല രീതിയിൽ കളിക്കുക. അതുപോലെ ആദില നൂറ എന്നുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഇടയിലോട്ട് ചെന്ന് നൂഴ്ന്ന് കയറാതിരിക്കുക. നിങ്ങൾ പല എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ആദിലയുടെ പെരുമാറ്റം എന്താണെന്നും അതിലെങ്ങനെയാണ് കാണിച്ചു കൂട്ടുന്നതെന്നും എങ്ങനെയാണ് അനുമോളുടെ പോക്കെന്ന് നിങ്ങളെല്ലാവരും കണ്ടിരിക്കുക. നമ്മളാരും മണ്ടന്മാരൊന്നുമല്ല ഇതൊന്നും കാണാതിരിക്കാനും. അപ്പം എന്താ പറയുക, ജിസേലിൻ്റെ ബന്ധത്തെയും അതുപോലെ ആര്യൻ്റെ ബന്ധത്തെയും റോങ് ആയിട്ട് കാണുന്നെങ്കിൽ ഈ ബന്ധത്തെയും എല്ലാവരും റോങ് ആയിട്ട് തന്നെ കാണും. അതെപ്പോഴും ചിന്തിക്കുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.